പക്ഷെ 1904 പുതിയ ഒരു മാറ്റത്തിലേക്ക് എല്ലാം വഴിമാറുകയായിരുന്നു. അന്ന് അമലോത്ഭവ പ്രഖ്യാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പഴയ കപ്പേളയ്ക്ക് പിന്നിലായി കിഴക്കോട്ട് അഭിമുഖമായി മറ്റൊരു കപ്പേള സ്ഥാപിച്ചു. അതാണ് ജൂബിലി കപ്പേള എന്ന് അറിയപ്പെടുന്നതും ജൂബിലി തിരുനാളിന് തുടക്കമിട്ടതും. 1904 ഡിസംബർ 8 ഈ അൾത്താരയുടെയും പീഠത്തിന്റെയും വെഞ്ചരിപ്പ് നടന്നു. ഈ അമലോത്ഭവ പ്രഖ്യാപനം എന്താണെന്ന് അറിയാമോ? തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ആദ്യ നിമിഷം മുതൽ ക്രിസ്തുദേവന്റെ അമ്മയായ കന്യാമറിയം എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന സങ്കല്പത്തെയാണ് അമലോത്ഭവം എന്ന് പറയുന്നത്. അത് 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8 ഈ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 1904 ഡിസംബർ 8 അൾത്താരയുടെ വെഞ്ചരിപ്പ് നടന്നെന്ന്. എന്നാൽ 1934 ഓഗസ്റ്റ് 3 അർദ്ധരാത്രി ചില അക്രമികൾ ഈ കപ്പേളയുടെ വിശുദ്ധ രൂപം തകർത്തു. അങ്ങനെ അത് തകർത്തതിനു ശേഷം സ്വാതന്ത്ര്യ സമര സേനാനിയും പാലാ മുൻ മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ജോർജ് തോമസ് കോട്ടകപ്പള്ളിയുടെ അഭ്യർത്ഥന പ്രകാരം ഇറ്റലിയിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു മാർബിൾ പ്രതിമ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു. അതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കന്യാമറിയത്തിന്റെ പ്രതിമ. കാലക്രമേണ പഴയ കപ്പേള ബലഹീനമായി. അങ്ങനെ പുതിയ ഒരു കപ്പേളയുടെ നിർമ്മിതിയെപ്പറ്റി ചിന്ത വന്നു. അതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രീതിയിലുള്ള ഒരു കപ്പേള നിർമ്മിക്കണം എന്ന ആവശ്യമാണ് ഉയർന്നത്. അങ്ങനെ 1955 ഓഗസ്റ്റ് 21 പാലാ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ പുതിയ കപ്പേളയുടെ തറക്കല്ലിട്ട്. അതിനുവേണ്ടി ചെന്നൈ ആസ്ഥാനമായുള്ള പ്രിൻസ് ആൽബർട്ട് ആൻഡ് ഡേവിസ് എന്ന സ്ഥാപനത്തെയും ആർക്കിടെക്ട് പീറ്റേഴ്സിനെയുമാണ് പുതിയ ടവറിന്റെ രൂപകൽപ്പന ഏൽപ്പിച്ചത്. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ ആയിരിക്കണമെന്ന ആവശ്യവും പറഞ്ഞു. പക്ഷേ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഉയരം 150 അടിയാണെന്നും ആ 150 അടി ഉയരത്തേക്കാൾ കൂടുതൽ ഒരു ഗോപുരം പണിയുന്നത് ശുഭകരമല്ല എന്നുള്ള കാര്യത്താലും ഈ കമ്പനിയും ഈ പീറ്റേഴ്സണും ഇതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് പല വാസ്തുവിദ്യ വിദഗ്ധരെയും സമീപിച്ചെങ്കിലും അവരുടെ എല്ലാം ഉപദേശം 150 അടി ഉയരത്തിൽ നിൽക്കുന്ന മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ താഴെ നിൽക്കണം എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗോപുരത്തിന്റെ ഉയരം 144 അടിയിലേക്ക് നിജപ്പെടുത്തുവാൻ കാരണം. അതിനായിട്ട് കന്യാകുമാരിയിലെ തക്കല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വളരെ വിദഗ്ധനായ ഒരു കൽപ്പണിക്കാരൻ, മരിയ സുസൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിനെയാണ് അതിനായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഈ പള്ളിയുടെ പണി പൂർത്തീകരിക്കുവാനായിട്ട് 22 വർഷമാണ് എടുത്തത്. അന്ന് പൂർണ്ണമായിട്ടും കല്ലിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. അതിനായിട്ട് 14,444 കല്ലാണ് ആവശ്യമായിട്ട് വന്നത്. ഈ 14,444 കല്ലും കന്യാകുമാരിയിൽ നിന്നുമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഈ 144 അടി ഉയരത്തിലുള്ള ഈ ഗോപുരം പണിത ശേഷം അതിന്റെ മുകളിൽ ഒരു ക്രിസ്തുരാജന്റെ പ്രതിമയുമുണ്ട്. അതിന് 12.5 അടി ഉയരമാണുള്ളത്. അത് നമുക്ക് ഈ പാലാ നഗരത്തിന്റെ മിക്കവാറും ഏത് ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ക്രിസ്തുരാജൻ ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്ര ഉയരത്തിലാണത്. അത് വളരെ ദൂരെ നിന്ന് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. അന്ന് ഇതിന്റെ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടി 14 ലക്ഷം രൂപയാണ് ചെലവായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കന്യാകുമാരിയിൽ നിന്നും വന്ന മരിയ സുസൈയാണ് ഇത് 22 വർഷം കൊണ്ട് ഇതിന്റെ പണി പൂർത്തീകരിച്ചെന്ന്. ഈ പണി പൂർത്തീകരിച്ച ശേഷം ഈ മരിയ സുസൈ ഇവിടുന്ന് കന്യാകുമാരിയിലേക്ക് തിരിച്ചു പോയിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ഒരു 2ാം വീടായിട്ട് ഈ പാല മാറുകയായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ ഇതിന്റെ ഈ പണിയും ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മരിയ സുസൈ എത്ര വിദഗ്ധനായ ഒരു കൽപ്പണിക്കാരനായിരുന്നു എന്ന്. കാരണം അതിന്റെ ഈ കല്ലുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന എത്ര സൂക്ഷ്മമായും എത്ര ഭംഗിക്കും ആണെന്ന് നമ്മളിവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇവിടെ 3 ഇടവകകൾ ചേർന്നാണ് ഈ ജൂബിലി തിരുനാളൊക്കെ ആഘോഷിക്കുന്നത്. പ്ലാലം കത്തീഡ്രൽ, പ്ലാലം സെന്റ് മേരീസ് പഴയ പള്ളി, പ്ലാലം സെന്റ് ജോർജ് പുത്തമ്പള്ളി എന്നീ 3 ഇടവകകൾ ചേർന്നാണ് ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം നടത്തുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ പള്ളി ഇരിക്കുന്ന ഈ സ്ഥലം, അതായത് ഈ പാലായ്ക്ക് പാല എന്ന് പേര് വരാനും ഇതുപോലെ തന്നെ ചില കഥകളൊക്കെ ഉണ്ട്. അത് ഇതുവഴി മീനച്ചിൽ ആറ് ഒഴുകുന്നുണ്ടല്ലോ. ഈ മീനച്ചിലാറിന്റെ പഴയ പേര് പാലാഴി എന്ന് ആയിരുന്നെന്നാണ് പറയപ്പെടുന്നത്.
അത് ലോപിച്ചാണ് പാല എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു കഥയും കൂടെ പറയുന്നത്, പണ്ട് ഇവിടെ ആദ്യമായിട്ട് അങ്ങാടി സ്ഥാപിച്ച ആളിന്റെ പേര് പാലാത്ത് ചെട്ടിയാർ എന്നായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ പാലാത്ത് ചെട്ടിയാർ എന്ന ആ പേരിന്റെ പാല എന്ന് വന്നെന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഒരുപാട് മലയാള ചലച്ചിത്രങ്ങളിലെയൊക്കെ പശ്ചാത്തലമായി മാറിയ ഒരു സ്ഥലമാണ് ഈ പാലായും അതിനോട് അനുബന്ധിച്ച് ഈ കുരിശുപള്ളി. ഒരുപാട് ചലച്ചിത്രങ്ങളിൽ കാണാം ഈ പാലാ കുരിശുപള്ളി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പാലായിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പാലാ കുരിശുപള്ളിയിൽ ചെല്ലുന്ന സമയത്ത് ഇത് നിർമ്മിച്ച ഈ മരിയ സുസൈ എന്ന ഈ ശില്പിയുടെ കഴിവ് എത്രമാത്രമാണെന്നൊന്ന് നോക്കണം. അത് അറിയാൻ വേണ്ടി അവിടെ ഈ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന മാത്രം ഒന്ന് നോക്കിയാൽ മതി. അദ്ദേഹം എത്ര വലിയ ഒരു ശില്പി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. 1977 ഡിസംബർ 7 നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ രീതിയിൽ ഈ കുരിശുപള്ളിയുടെ പണി പൂർത്തിയായത്. ഇവിടെ ജൂബിലി തിരുനാൾ നടക്കുന്നത് ഡിസംബർ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ 7ഉം 8ഉം.